നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും യോഗ പ്രദർശനം ഉൾപ്പെടെ നടത്തി. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്നു. കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നുള്ളിപ്പാടയിൽ അടിപ്പാത സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപ്പളയിൽ ഫ്ളാറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊസോട്ട് സ്വദേശിയായ ഷെയ്ഖ് ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. GHSS കുമ്പളയിലെ 1994-95 ബാച്ചിന്റെ മീറ്റ് പ്രോഗ്രാം ജൂലൈ 28 നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം നടന്നു. ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് സർവീസ് റോഡിന്റെ വശങ്ങളിലെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം. നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്നു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ജില്ലയിൽ വിപുലമായി ആചരിച്ചു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും യോഗാ പ്രദർശനം ഉൾപ്പെടെ നടത്തി. യോഗാ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്നു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് യോഗാ പരിശീലനം നടന്നു. യോഗാ പരിശീലനത്തിന് കളക്ടർ നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷൻ, ആയുഷ് വകുപ്പ്, ജില്ലാ ഭരണ സംവിധാനം എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്ര കാസർഗോഡും PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 സംയുക്തമായി യോഗാ പ്രദർശനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്ര കാസർഗോഡിന്റെയും PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാ പ്രദർശനം സംഘടിപ്പിച്ചു. ശാരീരികവും മാനസികവും ആത്മീയവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന യോഗയുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായ ക്ഷേമവും ആന്തരിക ശാന്തതയും സ്വയം പരിചരണവും സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിനും യോഗ പരിശീലനം സഹായകരമാകുമെന്ന് കളക്ടർ പറഞ്ഞു. To take this yoga to the younger generation, that is very crucial, not only for the entire society but also to ensure that our young generation is healthy, not only in terms of physical but also mental well-being is very important. So in that sense, I'm really happy to be here to address all of you to excel in any activity, whether it is academic or extracurricular activities. It is very important to have concentration and a peace of mind to excel in any activity. സ്കൂൾ പ്രിൻസിപ്പൽ ബിനോജ് ബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ഓഫീസർ അഖിൽ P, സ്കൂൾ അധ്യാപിക മായ G, സ്കൂൾ VMC മെമ്പർ പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗാധ്യാപിക രമ്യ കമലിന്റെ നേതൃത്വത്തിൽ കോമൺ യോഗ പ്രോട്ടോകോൾ പ്രകാരം യോഗാ പ്രദർശനം നടത്തി. പ്രദർശനത്തിൽ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. കവിത S. പിള്ള ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു. മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള സന്തുലിതാവസ്ഥ ശാരീരിക മാനസിക ആരോഗ്യപരമായിരിക്കുക എന്നതിനാണ് പ്രാധാന്യം. നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് യോഗയിലൂടെ ഓരോരുത്തരും നേടുന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനം സംസ്ഥാന യോഗ റഫറിയും പരിശീലകയുമായ ഷൈമ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു.
യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് യോഗാ പരിശീലനം നൽകി. സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, MTP ഷഹീദ്, സുലാ കണ്ണൻ, N ദിവ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഉപ്പളയിൽ ഫ്ളാറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോസോട്ട് സ്വദേശിയായ ഷെയ്ഖ് ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഉപ്പള റോസ് ഗാർഡ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലെ ബാത്റൂമിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കർണാടക കന്യാന സ്വദേശിയായ ഷെയ്ഖ് ഇബ്രാഹിം കുടുംബസമേതം ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. ഭാര്യയും മക്കളും സ്വന്തം വീട്ടിലേക്ക് പോയതിനാൽ 3 ദിവസമായി ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ ബാത്റൂമിൽ മൃതദേഹം കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം മംഗൽപാടി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നുള്ളിപ്പാടിയിൽ അടിപ്പാത സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടിപ്പാത ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 3000 പേരുടെ ഒപ്പ് ശേഖരിച്ച് ആക്ഷൻ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. നുള്ളിപ്പാടി അടിപ്പാത വേണമെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നടപ്പിലാകാത്തതിനെ തുടർന്ന് ദേശീയപാത 1-ാം റീച്ചായ 75% പണി തീർന്ന തലപ്പാടി ചെങ്കള റീച്ചിലെ കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. അടിപ്പാതയെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഫ്ലൈ ഓവറിനെ ബന്ധപ്പെടുത്തിയുള്ള റോഡ് നിർമ്മാണം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള ഏക ഒറ്റത്തൂൺ വിസ്മയമായി അവകാശപ്പെടുന്ന പാലമാണ് കാസർഗോഡ് യാഥാർത്ഥ്യമാകുന്നത്. കറന്തക്കാട് നിന്ന് നുള്ളിപ്പാടി ക്ഷേത്രത്തിന് സമീപം അവസാനിക്കുന്നതാണ് ഫ്ലൈ ഓവർ. 30 തൂണുകളിൽ 29 സ്പാനാണ് നിർമ്മിക്കുന്നത്. അതിൽ 21 സ്പാൻ പണിയും പൂർത്തിയായി. ഫ്ലൈ ഓവറിൻ്റെ 80% പണി തീർന്നു. ഒക്ടോബറിൽ ഫ്ലൈ ഓവർ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ റീച്ചിൽ നടപ്പാത, ബസ് സ്റ്റോപ്പ് തുടങ്ങിയവയുടെ പണി ആരംഭിക്കാനിരിക്കെ നിശ്ചിത സമയത്തിനകം ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് പണി തീർന്നില്ലെങ്കിൽ കാസർഗോഡ് നഗരത്തിൽ ഫ്ലൈ ഓവർ ഇല്ലാതെയുള്ള സർവീസ് റോഡിൽ വാഹനങ്ങൾ പോകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ നൽകുന്ന സൂചന. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അടിപ്പാതയില്ലാത്തത് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാണ് നൽകുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു. അടിപ്പാത ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 3000 പേരുടെ ഒപ്പ് ശേഖരിച്ച് ജില്ലാ കളക്ടർക്ക് ആക്ഷൻ കമ്മിറ്റി നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും അധികാരികളെയും ഞങ്ങൾ സമീപിച്ചു. എല്ലാവരും അനുകൂല നിലപാടാണ് ഉള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും അണ്ടർപാസ് എന്ന നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായിട്ടില്ല. സമരം തുടരാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുള്ള സ്ഥിര താമസക്കാരും ജോലി ചെയ്യുന്നവരുമായ 3000-ലേറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പുതുതായിട്ട് കലക്ടർക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോഡിൻ്റെ ശബ്ദം എന്നുള്ള രീതിയിൽ, കാസർഗോഡിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കലക്ടർക്ക് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടില്ല എന്നുള്ള തീരുമാനമാണ് കർമ്മസമിതി എടുത്തിട്ടുള്ളത്. ദേശീയപാത അധികാരികളുമായിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരുമായിട്ടുള്ള സംയുക്ത യോഗം ഈ വരുന്ന 28-ാം തീയതി രാവിലെ 10 മണിക്ക് വിളിച്ചു ചേർക്കാം എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി കഴിഞ്ഞുള്ള ഒരു ആവശ്യവും അനുവദിക്കേണ്ടതില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടാണ് നുള്ളിപ്പാടി അടിപ്പാത വേണമെന്ന വൈകിയുള്ള ആവശ്യം നടപ്പിലാക്കുന്നതിന് വിനയാകുന്നതെന്നാണ് വിവരം. ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി അതോറിറ്റി അടിപ്പാത അനുവദിക്കുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GHSS കുമ്പളയിലെ 1994-95 ബാച്ചിന്റെ മീറ്റ് പ്രോഗ്രാം 10ന്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരമാറ്റ് എന്ന പേരിൽ ജൂലൈ 28-ന് ആരിക്കാടിയിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. GHSS കുമ്പളയിലെ 1994-95 ബാച്ചിന്റെ സംഗമം ജൂലൈ 28-ന് ആരിക്കാടിയിൽ നടക്കും. 10ന്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരമാറ്റ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 30 വർഷത്തിന് ശേഷം സഹപാഠികൾ ഒരുമിക്കുന്ന പരിപാടിക്കായി രാവിലെ 10 മുതൽ 11 വരെ സ്കൂളിൽ ഒത്തുചേരും. പിന്നീടാണ് ആരിക്കാടിയിൽ സംഗമിക്കുന്നത്.
പരിപാടിയിൽ അധ്യാപകരെ ആദരിക്കുമെന്നും നിലവിൽ നിർധനരായ സഹപാഠികളെ കണ്ടെത്തി സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. സംഗമത്തിൽ കുട്ടികൾക്കായുള്ള കലാപരിപാടികളും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 10ന്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരമാറ്റ് എന്ന പ്രോഗ്രാം 28 ജൂലൈ ഞായറാഴ്ച KPS റിവർ റിസോർട്ട് ആരിക്കാടിയിൽ വെച്ച് അതിവിപുലമായി നടത്തപ്പെടുകയാണ്. നീണ്ട 30 വർഷത്തിന് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു കൂടിച്ചേരൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കൂടെ പഠിച്ച നിർധരരായ സഹപാഠികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് ഇത്. PS അലി, അൽതാഫ്, KM സിദ്ദീഖ്, TK ഷഫീഖ്, ഷാഫി, സയ്യിദ്, PM നസീമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം വിദ്യാനഗർ സിഡ്കോ ഹാളിൽ നടന്നു. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിലെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അധ്യാപകർക്കും ജീവനക്കാർക്കും 20% ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ആവശ്യപ്പെട്ടു. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന സംസ്ഥാനമാണ്. ഏതാണ്ട് 10-20% വീതമാണ് ഇപ്പോൾ ഓരോ വർഷവും വർധനവ്. പച്ചക്കറി, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ എവിടെയാണ്, ആരോടാണ് ചെന്ന് ചോദിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂർ സർക്കാരിൻ്റെ വെളിപ്പുറത്തുള്ള ആളുകളായി നിൽക്കുക, മറ്റു ജോലിക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. ഈ സാഹചര്യത്തിൽ സർക്കാർ അവരുടെ വെൽഫെയർ മെഷേഴ്സ് കൃത്യമായി സർക്കാർ ജീവനക്കാർക്ക് അതിൻ്റെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അത് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് നീട്ടി കൊണ്ടുപോകാതെ വീണ്ടും ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു, കമ്മീഷനോട് പറയുന്നു പതുക്കെ കൊടുത്താൽ മതി റിപ്പോർട്ടെന്ന് പറയുന്നു. നീട്ടി അങ്ങനെ കൊണ്ടുപോകാനുള്ള അടവും സർക്കാർ പുറത്തെടുക്കും. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണ്ണി അധ്യക്ഷത വഹിച്ചു. KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, KM ജയപ്രകാശ്, ലോകേഷ് MB ആചാർ, AV രാജൻ, വത്സല കൃഷ്ണൻ, MT പ്രസീത, SM രജനി, ജയപ്രകാശ് ആചാര്യ, ജയരാജ് പെരിയ, ശിവകുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. K ഗിരിജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ VM രാജേഷ്, VTP രാജേഷ്, ഗിരീഷ് ആനപ്പെട്ടി, M മാധവൻ നമ്പ്യാർ, റെനിൽസൺ തോമസ്, പ്രവീൺ വരയില്ലം, ബിന്ദു പ്രദീപ്, ജില്ലാ സെക്രട്ടറി KM ശ്രീനിവാസൻ, P കുഞ്ഞികൃഷ്ണൻ, വിജയകുമാർ നായർ, ഹാരിസ് ബേഡകം, ഖാദർ ബേള, K ഷീബ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രഘു ഇരിയണ്ണിയെ പ്രസിഡന്റായും ജയരാജ് പെരിയയെ സെക്രട്ടറിയായും ഗിരിജയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷനുമായി സഹകരിച്ച് കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂളിൽ ഗാർബോളജി എന്ന അവബോധ പരിപാടി സംഘടിപ്പിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴിയുടെ നേതൃത്വത്തിൽ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷൻ പ്രൊജക്ട് അസോസിയേറ്റ് അഭിരാജ് നടുവിൽ ക്ലാസ് കൈകാര്യം ചെയ്തു. വർദ്ധിച്ചു വരുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ജീവനും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ആദ്യപടിയായി ചെയ്യേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷനുമായി സഹകരിച്ച് കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് ചേലോടെ ചെമ്മനാട് പദ്ധതിയുടെ ഗാർബോളജി എന്ന അവബോധ പരിപാടി ജൂൺ 18 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴിയുടെ നേതൃത്വത്തിൽ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷൻ പ്രൊജക്ട് അസോസിയേറ്റ് അഭിരാജ് നടുവിൽ ക്ലാസ് കൈകാര്യം ചെയ്തു. ക്ലസ്റ്റർ മാനേജർ ഷാക്കിർ നിഹാൽ, പ്രൊജക്ട് കോർഡിനേറ്റർ ഷനിത് B, പ്രൊജക്ട് അസോസിയേറ്റ് അമൽ KV, പഞ്ചാബ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി BTech വിദ്യാർത്ഥി ആദിത്യ ദാമോദര എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള കേന്ദ്ര സർവകലാശാല റിസർച്ച് സ്കോളർ ബിനേഷ് നാരായണൻ ഈ മാലിന്യത്തെക്കുറിച്ചും ക്ലാസ്സെടുത്തു. പരിപാടി ചെമ്മനാട് പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ E മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് രാധകുട്ടി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഹരിദാസ് C സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിജിമോൻ GV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മറുനാടൻ പൂക്കളുടെ ഉപയോഗം കുറച്ച് നാട്ടിൽ കൂടുതൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി തൃക്കരിപ്പൂരിൽ തുടക്കമിട്ടു.
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കാസർഗോഡ് ആത്മയും ചേർന്ന് പൂക്കൃഷിയിൽ ശാസ്ത്രീയ പരിശീലനം നൽകി. മലയാളികളുടെ ദേശീയോത്സവമായ ഓണം ലക്ഷ്യമിട്ട് പഞ്ചായത്തിലെ കർഷകരായ പട്ടികജാതിക്കാർക്കാണ് പൂക്കൃഷി പരിശീലനം നടത്തിയത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുള്ളത്. ചെണ്ടുമല്ലി, മുല്ല തുടങ്ങിയ പൂക്കൃഷികൾക്കാണ് കർഷകർക്ക് അധികൃതരുടെ സഹായം ലഭിക്കുക. പൂക്കൃഷി ചെയ്യുന്നവർക്ക് ഏക്കറിന് 6400 രൂപ ധനസഹായം കൃഷിഭവൻ നൽകും. വിവിധ വാർഡുകളിൽ നിന്നെത്തിയവർക്ക് CH ടൗൺ ഹാളിൽ നടത്തിയ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. മറ്റു പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിലാണ് ശരിയായ രീതിയിൽ കൃഷി നടത്തുകയാണെങ്കിൽ ഇതൊരു ലാഭകരമായ ഒരു ബിസിനസ്സായി മാറ്റാൻ കഴിയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഗ്രാമത്തിലടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹെക്ടർ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 16,000 രൂപയാണ് നമുക്ക് ലഭിക്കുക. സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ടെക്നിക്കൽ അസിസ്റ്റന്റ് അമൽ രാമചന്ദ്രൻ പൂക്കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ നൽകി. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A റജീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ E ശശിധരൻ, M രജീഷ് ബാബു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നായി 40-ൽ പരം കർഷകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള സർവീസ് റോഡിന്റെ വശങ്ങളിലെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം. മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖേന ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകി. ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കെ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള സർവീസ് റോഡ് കഴിഞ്ഞ് ഇരുഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കച്ചവടം നടത്തുവാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖേന ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകി. സ്വകാര്യ സ്ഥലങ്ങൾ ഏറ്റെടുത്ത മേഖലകളിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ പല വൈദ്യുതി പോസ്റ്റുകളും സ്വകാര്യ ഉടമകളുടെ സ്ഥലങ്ങളിൽ താൽക്കാലികമായി സ്ഥാപിച്ചത് മാറ്റാതെ തന്നെ നടപ്പാതയിലേക്ക് ഇന്റർലോക്ക് ഘടിപ്പിക്കുന്നത് ഒഴിവാക്കുവാനും ആരാധനാലയങ്ങൾ, കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന ദേശീയപാതയുടെ ഇരുഭാഗത്തും നടപ്പാതയിലൂടെ ആളുകൾക്ക് നടന്നു പോകുവാനും വാഹനങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് കയറുവാനും പറ്റുന്ന രീതിയിൽ വ്യവസ്ഥാപിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ വ്യാപാരികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്പാത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. കുഞ്ചത്തൂർ തൊട്ടുള്ള ദേശീയപാത നിർമ്മാണത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് ദേശീയപാത ആക്ഷൻ കമ്മിറ്റി പോകുന്നതാണ്. അതുപോലെ തന്നെ 10th മൈലിൽ ഒരു വിധവയായ വീട് അവിടെ അവരെ വീട്ടിലേക്ക് കടന്നു പോകാനുള്ള സൗകര്യം പോലുമില്ലാതെ അവിടെ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10ാം മൈലിൽ താമസിക്കുന്ന വിധവയായ സ്ത്രീക്ക് ആദ്യം വീട്ടിലേക്ക് വഴി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ULCC കരാർ കമ്പനി അധികൃതർ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ യാതൊരു സൗകര്യമൊരുക്കാതെ പ്രവർത്തനം തുടരുന്നതിനാൽ ഇവർ ബുദ്ധിമുട്ടിലാണ്. ജില്ലാ കളക്ടറുടെ ഓഫീസ് കയറിയിറങ്ങുന്ന ഇവരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ കാഞ്ഞങ്ങാട് മഹാകവി P സ്മാരക മന്ദിരത്തിൽ പ്രവർത്തനം തുടങ്ങി. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. കിലയുടെ കാസർഗോഡ് ജില്ലയിലെ സഹായ കേന്ദ്രമായി ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ മാറുമെന്ന് കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയി ഇളമൺ പറഞ്ഞു. പരിശീലന കേന്ദ്രം മാത്രമല്ല, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർക്കും സഹായകമാകുന്ന കേന്ദ്രമായി DPRC പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. ജനകീയാസൂത്രണത്തിന്റെ തുടക്കം മുതൽ അതിന്റെ രൂപീകരണത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഒരു ജില്ലയ്ക്കകത്തുണ്ട്. പലപ്പോഴും നമ്മൾ എല്ലായിടത്തും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലേതായിട്ടുള്ള RPമാരുടെ, ഞാൻ ചെയർപേഴ്സണായി വരുന്നതിന് മുമ്പ് കുറച്ച് ചുരുങ്ങിയ കാലം ഈ ഒരു ഇതിൻ്റെ റിസോഴ്സ് പേഴ്സണായിട്ട്, നഗരസഭയുടെ പ്രതിനിധിയായിട്ട് റിസോഴ്സ് പേഴ്സണായിട്ട് പോയിട്ടുള്ളയാളാണ്. അപ്പോൾ
ഇരിങ്ങാലമാഷിൻ്റെ കൂടെയൊക്കെ മഞ്ചേശ്വരം ഭാഗത്തും കാസർഗോഡ് ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശോഭ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ കെ അഭിലാഷ്, പി സ്മാരക സമിതി പ്രസിഡന്റ് പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കില ഫെസിലിറ്റേറ്റർ അജിയൻ പനയാൽ സ്വാഗതവും രാധിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര യോഗാ ദിനം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. യോഗ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടത്തി. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജീവിതശൈലി രോഗനിവാരണ സമഗ്ര ചികിത്സാ പദ്ധതി ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ ഹോമിയോപ്പതി DMO ഡോക്ടർ രേഷ്മ AK ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു യോഗാ ദിനത്തിന്റെ പ്രാധാന്യം, യോഗാ ദിനം എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്തെ ആർജിക്കുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം എളുപ്പമാക്കുമെന്നുള്ളതാണ്. ഒരു വലിയൊരു പ്രസംഗത്തിനൊന്നുമുള്ള സമയമില്ല, എങ്കിലും നിങ്ങളെ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരു യോഗാ ദിനത്തിൽ ഒരു സന്ദേശം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ എത്രത്തോളം, നമ്മുടെ ശീലങ്ങളോട് എത്രത്തോളം ടഫായിരിക്കുന്ന അത്രത്തോളം നമ്മുടെ ജീവിതം ഈസി ആയിരിക്കുന്നതാണ്. ബി ടഫ് യുവർ സെൽഫ്. അത് നമ്മുടെ ഭാവി ജീവിതം എളുപ്പമാക്കും. നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുക, അതിനുള്ള ഒരു എളുപ്പമാർഗമാണ് യോഗ. പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പ്രൊജക്ട് വിശദീകരണം നടത്തി. KT ഹരികൃഷ്ണൻ സ്വാഗതവും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ACPO തുഷാര M നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടന്ന യോഗ ബോധവൽക്കരണ ക്ലാസിനും യോഗ പരിശീലനത്തിനും ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഫീന ഊട്ടി, ആയുഷ്മാൻ ഭവ യോഗ ട്രെയിനർ കവിത KV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സക്ഷമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സ്ഥാപക ദിനം ആഘോഷിച്ചു. മാവുങ്കൽ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ സക്ഷമ ജില്ലാ രക്ഷാധികാരി TV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും അവരെ സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2008 ജൂൺ 20 ഭാരതത്തിൽ രൂപീകൃതമായ ദേശീയ സംഘടനയായ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കൽ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം സക്ഷമ ജില്ലാ രക്ഷാധികാരി TV ഭാസ്കരൻ നിർവഹിച്ചു. നമ്മൾക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് നമ്മളെ പുറമേ കാണുന്ന സമയത്ത് അവർക്ക് ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, കയ്യിലും കാലിലൊക്കെ അംഗബന്ധമുള്ളവർ, മറ്റു തരത്തിലുള്ള ശേഷിക്കുറവുള്ളവർ, ബുദ്ധിമാന്യമുള്ളവർ, ഇങ്ങനെയുള്ള അനവധി വിഭാഗങ്ങൾ നമ്മുടെ പുറം ഭാഗത്തും അവരെ നമുക്ക് ചിത്രീകരിക്കാം. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും സക്ഷമ ജില്ലാ പ്രസിഡന്റുമായ രവീന്ദ്രൻ ചാത്തുങ്കൈ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഗുരുരത്ന പുരസ്കാരം നേടിയ സ്കൂൾ പ്രിൻസിപ്പാൾ ബീന ടീച്ചറെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ ട്രഷറർ രതീഷ് പരവനടുക്കം, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഗീതാ ബാബു, രഘുനാഥൻ കാഞ്ഞങ്ങാട്, ജില്ലാ മഹിളാ പ്രമുഖ് ഓമന മുരളി, കൃഷ്ണൻ നെച്ചിക്കാനം എന്നിവർ സംസാരിച്ചു. റോട്ടറി സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗു സ്വാഗതവും കാസർഗോഡ് താലൂക്ക് ട്രഷറർ മുരളീധരൻ കീഴൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാഞ്ഞങ്ങാട് പനങ്ങാട് സരസ്വതി ALP സ്കൂളിൽ വായനാ വാരാചരണം നടത്തി. പ്രശസ്ത നാടക പ്രവർത്തകനും അംബേദ്കർ അവാർഡ് ജേതാവുമായ OP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പനങ്ങാട് സരസ്വതി ALP സ്കൂളിൽ വായനാ വാരാചരണം വിപുലമായി നടത്തി. പ്രശസ്ത നാടക പ്രവർത്തകനും അംബേദ്കർ അവാർഡ് ജേതാവുമായ OP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങളോളം മാസങ്ങളോളം ഈ ഗ്രാമങ്ങളിലൂടെ നടന്ന് അവിടെ വായനശാലകൾ സ്ഥാപിക്കുകയും പിന്നെ അക്ഷരം അറിയാത്തവരെ ഒക്കെ അക്ഷരം പഠിപ്പിച്ച് ഇങ്ങനെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്, അല്ലേ? കുറേ
കുറേ വായനശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആൾക്കാരെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവർ അടുത്ത ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് അവിടെ വായനശാല സ്ഥാപിക്കുകയും അവിടെ അറിയാത്ത എഴുത്തും വായനയും അറിയാത്തവരൊക്കെ ഈ വായനശാലയിൽ കൊണ്ടുവന്ന് എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുന്ന കേന്ദ്രസ്ഥല പുസ്തകങ്ങൾ വായനശാല പുസ്തകം സ്ഥാപിക്കുകയും ചെയ്ത സ്കൂൾ പ്രധാനാധ്യാപിക പ്രീത പി അധ്യക്ഷത വഹിച്ചു. കവിതകളുടെ ലോകത്തേക്ക് പുതുതായി ചുവടുവെക്കുന്ന ഷീജ വിനോദിനെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപികമാരായ സൗമ്യ പി, ജയശ്രീ പി എന്നിവർ സംസാരിച്ചു. ഭാനുമതി പി സ്വാഗതവും മഞ്ജു പി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കായി വായനാ മത്സരം, പുസ്തക പരിചയം, പദ്യപാരായണം, ചിത്രരചന, കഥ പറയൽ, ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം എന്നിവ നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും യോഗ പ്രദർശനം ഉൾപ്പെടെ നടത്തി. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്നു. കാസർഗോഡ് നഗരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നുള്ളിപ്പാടയിൽ അടിപ്പാത സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപ്പളയിൽ ഫ്ളാറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊസോട്ട് സ്വദേശിയായ ഷെയ്ഖ് ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. GHSS കുമ്പളയിലെ 1994-95 ബാച്ചിന്റെ മീറ്റ് പ്രോഗ്രാം ജൂലൈ 28-ന് നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം നടന്നു. ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് സർവീസ് റോഡിന്റെ വശങ്ങളിലെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം. നിവേദനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.